അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു രണ്ടു പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. എല്ലാ ദേവി ഉപാസകരെയും എല്ലാ ഭക്തരെയും ഒരിക്കൽ കൂടി തപോവൻ ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് റിസർച്ച് ഫൗണ്ടേഷന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടായ്മ ഉദ്ദേശം മറ്റൊന്നുമില്ല, ആളുകളിലേക്ക് മാക്സിമം ഈശ്വരീയമായ ഊർജത്തെ എത്തിക്കുക, ദേവിയുടെ അറിവും ദേവിയുടെ അനുഗ്രഹവും ആ ശക്തിയും എത്തിക്കുക, ആളുകൾ ഹീൽ ചെയ്യുക. വിദേശത്തൊക്കെ ലൈറ്റ് വർക്കേഴ്സ് എന്നാണ് ഇങ്ങനെ ഉള്ള നമ്മുടെ ഒരു ഗ്രൂപ്പിനെ നമ്മുടെ കൂട്ട് വർക്ക് ചെയ്യുന്നവരെ പറയുക. ലൈറ്റ് വർക്കേഴ്സ്, പ്രകാശത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പ്രകാശത്തെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നവർ. അപ്പം ദയവായിട്ട് എല്ലാവരും അവരുടെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ പ്ലീസ്, അല്ലെ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവൂലേ, അല്ലേ? അപ്പം അങ്ങനെ ഉള്ള ഒരു, കാരണം ഡാർക്ക്നെസ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഭാഗമാണ്. ഇപ്പോൾ തപോവന്റെ ഭാഗമാണ് നിങ്ങളെല്ലാവരും. ഇതൊരു നിസ്വാർത്ഥമായിട്ട്, പ്രത്യേകിച്ച് ഒരു ഭൗതിക ലക്ഷ്യങ്ങളുമില്ലാതെ, മെറ്റീരിയൽ ബെനിഫിറ്റുകൾ നോക്കാതെ യജ്ഞപൂർവ്വം കർമ്മം ചെയ്യാനാണ് ഗീത പറയുന്നത്. ആ യജ്ഞപൂർവ്വം കർമ്മം ചെയ്യാൻ നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ ആശയം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ഇടയ്ക്ക് വന്ന അതിശക്തമായ രീതിയിലുള്ള മറ്റു മതങ്ങളുടെ മതപരിവർത്തനം പ്രശ്നങ്ങളൊക്കെ കൊണ്ട് സനാതനധർമ്മം ക്ഷയിച്ചു നിന്ന സമയത്ത് ശങ്കരാചാര്യ സ്വാമികൾ അന്ന് വന്ന് അദ്വൈത മതത്തിലൂടെ എല്ലാത്തിനെയും ഒന്നായി ആസേതു ഹിമാചലം യാത്ര ചെയ്ത്, നമ്മുടെ ആചാര്യൻ ശങ്കരാചാര്യ പരമ്പരയാണ്, നമ്മൾ കാശ്മീരിൽ വരെ പോയി സർവജ്ഞപീഠം കയറി ഇത് സനാതനധർമ്മം പുനഃസ്ഥാപിച്ചു. അതേ കാര്യം തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് മാതാ അമൃതാനന്ദമയി ചെയ്യുകയുണ്ടായി. അത് ലളിതാ സഹസ്രനാമത്തിലൂടെയാണ്. എല്ലാ വീടുകളിലും ഒരു ലളിതാ സഹസ്രനാമ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിന് വളരെ ശക്തമായി തടയിടാനും ഒക്കെ പറ്റുകയുണ്ടായി. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അങ്ങോട്ട് വരുന്നത് പലപ്പോഴും. അപ്പൊ ഇത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളെല്ലാം ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് മാക്സിമം ആളുകളിലേക്ക് ആശയങ്ങൾ എത്തിക്കണം. ഈ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നത്, ഇത്രയും മാതൃകയായിട്ടുള്ള സംസ്കാരം ലോകത്തില്ലല്ലോ, അല്ലേ? അപ്പം ഇവിടെ എല്ലാ റിലീജിയനിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു റിലീജിയസ് ആയിട്ട് ഇത് പറയല്ല. ഈ ആശയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ ഓരോരുത്തരെയും കടമയാണ് അടുത്ത തലമുറയിലേക്ക് ഇത് കൈമാറേണ്ടത്. ഈ പ്രോഗ്രാമിലേക്ക് മാക്സിമം ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക, അവർക്കെല്ലാം ഈ അവസരം കൊടുക്കുക. അവർക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവർക്ക് മനസ്സിലാവും. നമ്മൾ നിരന്തരം മനസ്സിലാക്കി കൊടുത്താൽ, കൊച്ചുകുട്ടിക്ക് നമ്മൾ നാമം ജപിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യമൊന്നും കുട്ടികൾക്ക് അറിയില്ല, അല്ലേ? അവർക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ കുറച്ച് ജപിച്ച് കഴിയുമ്പോൾ അവർക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടുമ്പോൾ അത് മനസ്സിലാവും. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും 500 രൂപ നോട്ടും ഒരു ചോക്ലേറ്റും വെച്ചാൽ കുട്ടി ഏതാ എടുക്കുക? 500 രൂപയല്ലേ? അതിന് 500 രൂപ കൊണ്ട് 500 രൂപ എടുക്കുമോ? ഇല്ല, ചോക്ലേറ്റ് അല്ലേ എടുക്കുള്ളൂ. 500 രൂപ കൊണ്ട് എത്ര ചോക്ലേറ്റ് വാങ്ങിക്കാൻ പറ്റുന്ന അതിന് അറിയില്ല. അതുപോലെയാണ് നമ്മൾ ഈ യജ്ഞത്തെക്കുറിച്ച് ആളുകളൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. ആളുകൾ സഫർ ചെയ്യാണ്, എന്നാലും അവര് ഈശ്വരനെ വിളിക്കുകയില്ല എന്ന് വാശിയിലാണ് പലരും. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഇതിന്റെ സയന്റിഫിക് വശങ്ങളും കാര്യങ്ങളും ഒക്കെ ആധുനികമായ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും അവരിത് ചെയ്യും. എന്റെ സുഖം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അവരുടെ ലൈഫ് രക്ഷപ്പെടും. നാളെ ഒരു സമയത്ത് നമ്മളെ അവരെപ്പോഴും ഗുരുപരമ്പര ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെയും അവർ ഓർക്കും നന്ദിയോടുകൂടി. അപ്പൊ അതിന്റെ പുണ്യം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. എനിവേ, നമ്മുടെ ആദ്യം സെഷൻ ഇതിന്റെ നാമത്തിന്റെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ജപത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയ ഇതിന്റെ ബാക്കിയാണ്. അപ്പോൾ അതിന്റെ ബാക്കി ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാര അങ്കുശോജ്വല എന്നുള്ള നാമം മനോരൂപേഷു കോതണ്ട പഞ്ചതന്മാത്ര സായക. ഈ 2 ലൈന്. അപ്പൊ അതിൽ ഒക്കെ എത്രത്തോളം പറയാം. ഇപ്പം അതായത് രാഗസ്വരൂപ പാശാഠ്യ,
ആഢ്യ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം ശ്രേഷ്ഠ എന്നുള്ളത്. അവർ വലിയ ആഢ്യന്മാരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ശ്രേഷ്ഠരാണ് എന്നുള്ള രീതിയിലാണ്. രാഗസ്വരൂപ പാശാഠ്യ, രാഗമാകുന്ന സ്വരൂപത്തിലുള്ള പാശം. ദേവിയുടെ രൂപവർണ്ണനയാണ്. ആദ്യം 4 കൈകളുള്ള ചതുർബാഹു ആയിട്ടുള്ള ദേവിയുടെ രൂപത്തെ ചതുർബാഹു സമന്വിത എന്ന് കുറച്ചു മുമ്പേ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ നാമത്തിൽ. ഇപ്പൊ എന്താണ്? രാഗസ്വരൂപ പാശാഠ്യ. രാഗസ്വരൂപ, രാഗം രജത്തിൽ ജനിച്ചതാണ് രാഗം, രാഗത്തിൽ ജനിച്ചത് രജം. അപ്പൊ രാഗം എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ആയിട്ടാണ് ദേവി പ്രവർത്തിക്കുന്നത്. ആഗ്രഹത്തിൽ നിന്നാണ്. അപ്പൊ ആ ചതുർബാഹു അവിടെ വിഷ്ണുവിനെ പറഞ്ഞു അല്ലെ. വിഷ്ണു, ചതുർബാഹു എന്ന് പറഞ്ഞ വിഷ്ണുവാണ്. വിഷ്ണുവിന്റെ ഒരു മെൻഷനിങ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എനിവേ, അടുത്തത് ഇതിനകത്തില് ഇപ്പൊ ഒരു ബ്രഹ്മാവിന്റെ ഒരു സങ്കല്പം വരുന്നുണ്ട്, അടുത്തതിൽ ശിവന്റെയും വരുന്നുണ്ട്. രാഗസ്വരൂപ പാശാഠ്യ, അതായത് ആഗ്രഹത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുക. അപ്പം ആഗ്രഹത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവുന്നു, രാഗസ്വരൂപം. അപ്പൊ അത് സൃഷ്ടികർമ്മത്തിന്റെ ദേവതയായ ബ്രഹ്മാവ്. അടുത്ത ക്രോധാകാര അങ്കുശോജ്വല. അങ്കുശം, ക്രോധം രുദ്രനാണ്, ശിവനും അല്ലെ, സംഹാരമാണ് അല്ലെ, തമോ ഗുണം. അപ്പൊ ഈ രാഗസ്വരൂപമാകുന്ന, ആഗ്രഹമാകുന്ന പാശത്തോട് കൂടിയ ഒരു കൈ ദേവിയുടെ ഒരു കൈയില് രാഗസ്വരൂപ പാശം. സ്ഥൂലം, സൂക്ഷ്മം, പരം, അങ്ങനെ 3 രീതിയിലാണ് അർത്ഥം വരിക. സ്ഥൂലമായി ആ പാശം എന്നുള്ളത്. സൂക്ഷ്മത്തില് ഈ പറയുന്ന സ്ഥൂലം, സൂക്ഷ്മം, പരം. സൂക്ഷ്മത്തില് ബീജമന്ത്രങ്ങളെ കുറിച്ചും, പരത്തിലെ വാസനാദി, അതായത് കാമാദി, സ്നേഹാദി വാസനകളെ കുറിച്ചുമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ ഉത്സവമാണ്, കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ലാസ്റ്റ് ദിവസമാണ്, ആറാട്ടാണ്, അതിന്റെ ബഹളമാണ്. അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോ പറഞ്ഞു വരുന്നത് രാഗസ്വരൂപമാകുന്ന പാശം. പാശം എന്ന് പറഞ്ഞാൽ കയറെന്നാണ്. ഈ കയറ് ശരിക്കും സ്നേഹം പലപ്പോഴും നമുക്കൊരു ബാധ്യതയായി വരാറുണ്ട്. ഒരു കയർ എങ്ങനെയാണ്? കയറുണ്ട്. ഇപ്പൊ ഒരു പശുവിനെ കയറിട്ട് കെട്ടുക, 100 മീറ്റർ നീളമുള്ള കയറാണെങ്കിൽ അത് പശു ഓടി 100 മീറ്റർ ആകുമ്പോൾ അവിടെ നിൽക്കും. അപ്പൊ അതിനെളുപ്പം മനസ്സിലാവത്തില്ല എന്താ സംഭവിക്കുന്നത്, മറന്നുപോയി കെട്ടിയിട്ട്. കർമ്മഫലങ്ങളാണ്. നമ്മൾ പണ്ട് ചെയ്ത് ഇപ്പൊ അനുഭവിക്കുമ്പോൾ പറയാറില്ല, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഞാനിത് സബർ ചെയ്യുന്നു. പണ്ടെപ്പോഴോ ഉറപ്പായിട്ടും നമ്മൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, നമ്മളിത് അറിയുന്നില്ലെന്ന്. ഓരോ നിമിഷവും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ പോലും കർമ്മം ചെയ്യും. ഭീഷ്മർ മിണ്ടാതിരുന്നതാണ് മഹാഭാരത യുദ്ധത്തിന് കാരണമായത്. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് എനിക്കിന്ന് ദുര്യോധനായ വൃത്തികേട് കാണിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണൻ. അല്ലയോ പിതാമഹ, 1000 പശുക്കളുടെ കൂട്ടത്തിൽ നിന്ന് അതിന്റെ കിടാവ് തെറ്റാതെ അതിന്റെ അമ്മയെ കണ്ടുപിടിക്കുന്ന പോലെ കർമ്മഫലം നമ്മളെ തേടി വരും എന്ന് പറയുമ്പോഴാണ് ഭീഷ്മർക്ക് മനസ്സിലാവുന്നത്, ഒപ്പട്ടൊക്കെ എനിക്ക് പിടികിട്ടി, ഇതായിരുന്നു വിഷയം. പിന്നെ ധർമ്മം അറിയാവുന്നവനാണ് ഗുരു. പിന്നെ വിഷ്ണു സഹസ്രനാമമൊക്കെ ഭീഷ്മര് കൃഷ്ണനും ബാക്കിയുള്ളവർക്ക് ഉപദേശിക്കുന്നതാണ് ശരിക്കും നമ്മൾ ജപിക്കുന്ന വിഷ്ണു സഹസ്രനാമം. പിന്നെ ആ ധർമ്മം അറിയാവുന്നവനാണ് ഗുരു. ഉത്തരായന കാലം അമ്പ് കൊണ്ട് ഇങ്ങനെ കിടക്കാണ് ചരശയ്യയിൽ. അപ്പൊ ധർമ്മം അറിയാം. മരണത്തോട് അടുത്ത് നിൽക്കുന്ന ആളിനാണ് ധർമ്മം അറിയാവുന്നത്. അപ്പൊ ആ ധർമ്മം പാലിക്കുന്നതിന് തടസ്സം വരുന്നത് പലപ്പോഴും ഈ രാഗസ്വരൂപമാകുന്ന പാശം കൊണ്ടാണ്. പക്ഷെ ഈ പാശം കൊണ്ട് തന്നെ കൃത്യമായി ഉപയോഗിച്ചാൽ ആഗ്രഹമില്ലാതെ ഈ ലോകത്ത് സൃഷ്ടി ഉണ്ടാകുമോ? ആഗ്രഹമില്ലാത്ത ഡോക്ടറായിട്ട് പ്രവർത്തിക്കുമോ? പുള്ളിക്കാരന് BMW വേണം, ബെൻസ് വേണം എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നത്. ശരിയല്ലേ? ആഗ്രഹമില്ലാത്ത പട്ടാളക്കാരുണ്ടെങ്കിൽ ഇന്ത്യ കാണൂ. ആഗ്രഹമില്ലാത്ത രാജാവ് ഉണ്ടെങ്കിൽ. ആഗ്രഹം വേണം, അതിൽ അഡിക്ഷൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് വേണ്ട അളവിൽ ബോധത്തോടുകൂടിയ ആഗ്രഹം ഗുണവും, ബോധമില്ലാത്ത ആഗ്രഹം നമുക്ക് നാശവുമാണ്. ബോധത്തോടുകൂടിയ ആഗ്രഹം നമ്മളെ ധർമ്മിഷ്ഠനാക്കും, ബോധമില്ലാത്ത ആഗ്രഹം നമ്മളെ അധർമ്മിയാക്കും. ദുര്യോധനന്റെ പ്രശ്നം എന്താണ്? ആഗ്രഹമുണ്ട്, പക്ഷേ ബോധമില്ല അല്ലെ? യുധിഷ്ഠിരന് ആഗ്രഹമുണ്ട് ധർമ്മപുത്രർക്ക്, പക്ഷെ ധർമ്മത്തിന്റെ പുത്രനാണ്, ധർമ്മമാർഗമാണ് പ്രവർത്തിക്കുന്നത്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ആ ചൂതുകളിൽ ഒരു ചെറിയ അഡിക്ഷൻ ഉണ്ടായിരുന്നു. അതിനാണ് ഇത്രയും പുള്ളി സഫർ ചെയ്തത്.
ആ ഒരു കുഴപ്പം മാത്രമേ പുള്ളിക്കുള്ളൂ. അപ്പൊ ശരിക്കും ഈ പറയുന്ന ദേവിയുടെ ആയുധങ്ങളൊക്കെ നമ്മുടെ ആയുധങ്ങളും കൂടിയാണ്. നമ്മൾ തന്നെയാണ് ഈശ്വരൻ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. പക്ഷെ നമ്മുടെ ഈഗോ അല്ല, നമ്മുടെ ബോധമാണ്, ശിവബോധമാണ് ശക്തി, ആദിപരാശക്തി എന്ന് പറയുന്നത്. നമ്മുടെ അടിസ്ഥാന അവസ്ഥയാണ് ഈ ദേവി എന്ന് പറയുന്നത്. നമ്മുടെ പുറത്ത് നമ്മൾ വ്യക്തിയാണ്, ശ്രീധര നമ്പൂരി അല്ല, ഓരോ വ്യക്തികളാണ്. അതിന്റെ അടിയിലാണ് ശരിക്കും ഈശ്വരൻ. അപ്പം ഇതെല്ലാം കണക്റ്റഡാണ്. വേറെ ഏതോ ഒരു ലോകത്തുള്ള ഒരു സംഭവം അല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മൾ തന്നെ ബോധത്തോടുകൂടി ശിവബോധത്തിൽ നിന്ന് ഈ ശക്തിയെ ഉപയോഗിക്കുന്ന അവസ്ഥ കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ പാശം എന്ന് പറയുന്നത് രാഗസ്വരൂപമായ ഇച്ഛാശക്തി സ്വരൂപമായ പാശം, അത് ദേവിയുടെ കയ്യില് ആയുധമാണ്. എന്താണ് ആയുധമാണ്? എങ്ങനെ? ആ ഇച്ഛാശക്തി ഉണ്ടെങ്കിലേ നമുക്ക് എന്തും പറ്റൂ. അതാണ് രാഗസ്വരൂപ പാശത്തെ കുറിച്ച് ആദ്യം പറയുന്നത്. പാശ കയറിങ്ങനെ വലിച്ചെറിയുന്ന എന്താ ആഗ്രഹം പോലെയല്ലേ, ഇച്ഛ കൊണ്ടല്ലേ അത് വലിച്ചെറിയും. ഒരു സൈഡിൽ കൈ പിടിച്ചിട്ട് നമ്മളൊരു മാങ്ങ പറിക്കണം, കയറെറിഞ്ഞ് പണ്ടൊക്കെ പറിക്കത്തില്ലേ ഇങ്ങനെ, കുരുക്കിട്ടൊക്കെ അല്ലെ, ഓരോന്നിനൊക്കെ പിടിക്കുന്നു അല്ലെ, കുരുക്കിട്ട് പാമ്പിനെയൊക്കെ പിടിക്കും അല്ലെ, എന്തെങ്കിലുമൊക്കെ പിടിക്കുന്നു. അപ്പം നമ്മൾ ആഗ്രഹം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്ന രാഗം. ആഗ്രഹം ഇങ്ങനെ ഈ കയറ് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പൊ അത് നമുക്ക് കിട്ടുന്നു. അപ്പൊ ആ ഇച്ഛാശക്തി ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? അപ്പൊ രാഗസ്വരൂപ പാശാഢ്യ അത് ആഢ്യമാണ് രീതിയിലാണ്. ആദ്യത്തെ ജ്ഞാനം എന്നും അർത്ഥമുണ്ട്, ജ്ഞാനം എന്നും അർത്ഥമുണ്ട്, മഹത്വം എന്നും ശ്രേഷ്ഠത എന്നുള്ള അർത്ഥമുണ്ട്. ശ്രേഷ്ഠമായ ആഗ്രഹം അത് ആയുധമാണ്. ശ്രേഷ്ഠമല്ലാത്ത ജ്ഞാനമില്ലാത്ത ആയുധം അധർമ്മമാണ്. അത് നമുക്ക് കർമ്മഫലത്തെ തരും, ബോധമില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ രാഗസ്വരൂപ പാശാഢ്യ ക്രോധാകാരാങ്കുശോജ്വല, ക്രോധമാകുന്ന ആകാരത്തിലുള്ള ആനത്തോട്ടി. അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടിയാണ്, മാങ്ങ പറിക്കുന്ന തോട്ടി എന്നുള്ള അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന. ദേവിയുടെ കയ്യിലുള്ളത് ആന ആകുന്ന ക്രോധത്തെ തളയ്ക്കാൻ പറ്റുന്ന തോട്ടിയാണ്. അതൊരു ആയുധമാണ്. ആനയുടെ കൂട്ട, ആനയ്ക്ക് മതം പൊട്ടിയാൽ, ആനയ്ക്ക് ദേഷ്യം വന്നാൽ പിന്നെ കണ്ണ് കാണുകയില്ല. ആന കരിമ്പം കാട്ടി കയറിയ പോലെ എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഒരു ബോധവും ഇല്ല, എന്തൊക്കെ തകർക്കുമെന്നൊന്നും ഒരു വിവരവും ഇല്ല. അപ്പൊ ഈ പാപ്പാൻ ഈ നല്ല മൂർച്ചയുള്ള ആ തോട്ടി കൊണ്ട് കാലിന്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോ ഇത്രയും വലിയ ആന അവിടെ അങ്ങ് നിൽക്കും. അതാണ് ആനത്തോട്ട്. നല്ല കർമ്മഫലം കിട്ടുമ്പോൾ ദേഷ്യം അടങ്ങും. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളെന്നുണ്ട്. കുറെ ആൾക്കാരുടെ ഇത് പണി കിട്ടി കഴിഞ്ഞപ്പോ നമ്മൾ ദേഷ്യത്തിൽ കൂടെ ഓരോ പണികൾ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ നല്ല കുട്ടിയായി അല്ലേ? നിങ്ങൾ ഈ പലർക്കും ദേഷ്യമൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പണി കിട്ടിയിട്ടില്ല. അത് കഴിയുമ്പോൾ നമ്മൾ നല്ലതായി. എന്നോട് പറഞ്ഞില്ല, സാറേ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോ സാറേ എനിക്ക് ഭയങ്കര ദേഷ്യം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സാരമില്ല, തന്നെ ശരിയായിക്കോളും. എങ്ങനെ ശരിയാവുന്ന? കുറച്ച് പണി കിട്ടി കഴിയുമ്പോൾ തന്നെ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ 1,00,000 രൂപ സാലറിയൊക്കെ ഉള്ള ജോലിയൊക്കെ നിസ്സാരമായി മാനേജരുമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് കളഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഒരു 20,000 രൂപയ്ക്ക് ഉള്ളൊരു ജോലി കിട്ടാൻ പാടുപെട്ട് നടക്കുന്നവരെ കാണുമ്പോൾ അവർ ഇപ്പൊ നല്ല കുട്ടികളാണ്. കാര്യം എന്താ? നമുക്ക് അനുഭവം അത് പഠിച്ചു. അപ്പൊ രാഗസ്വരൂപമായ ക്രോശാധിയെ ക്രോധാകാരം കുശോചുല, ഈ ആനത്തോട്ട് ഈ മുള്ള് അല്ലെങ്കിൽ ഈ കൂർത്ത ഈ തോട്ടി കൊണ്ടുള്ള ഒരു പിടി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? നല്ല വിജയിച്ച ആളുകൾ എല്ലാവർക്കും ഈ പിടി കിട്ടിയിട്ടുള്ളവരുണ്ട് അല്ലെ? അപ്പൊ ദേഷ്യം എന്ന് പറയുന്നത് ചില സ്ഥലത്ത് നമുക്ക് ആവശ്യമാണ്, ചില സ്ഥലത്ത് അപകടമാണ്. ഭൂരിപക്ഷം അപകടമാണ്. അപൂർവം ചില സ്ഥലത്ത് ശകലം ദേഷ്യമൊക്കെ പിള്ളേരെയൊക്കെ കാണിച്ചില്ലെങ്കിൽ പിള്ളേരെ വഴിതെറ്റി പോകും. അഭിനയിക്കേ പാടുള്ളൂ, ശരിക്കും ദേഷ്യം വരാൻ പാടില്ല അല്ലെ? കുറച്ചൊക്കെ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് അവർക്കൊരു ബോധം ഉണ്ടാക്കും. ഭയമില്ലാത്തവന് ബോധമില്ല. ഒരു ഭ്രാന്തനെ നമുക്ക് ഭയം വരണ എന്താ? അവൻ നിയമങ്ങളെ ഭയമില്ല, തിരിച്ചടികളെ കുറിച്ച് ബോധേടല്ല, അതുകൊണ്ട് എന്തും കാണിക്കും. നമ്മൾ എന്ത് ചെയ്യാൻ മടിക്കത്തില്ല, കൊല്ലാനും മടിക്കത്തില്ല. അത് നമുക്ക് ഭയം വരും ഭ്രാന്തനെ കാണുമ്പോൾ. അപ്പൊ ഭയം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ക്രോധം നല്ലതാണ്. അപ്പൊ അത് എല്ലാം വേണം. ഇത് നമുക്ക് അധികമാകുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നം വരും. മഹാവീരനോട് ചോദിച്ചു എന്താണ് വിഷം എന്ന് വെച്ചപ്പോ മഹാവീരൻ പറഞ്ഞത് അധികമുള്ളതെല്ലാം വിഷമാണ്. എന്തു ഫ്രണ്ട്ഷിപ്പ് അധികമായ വിഷമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം
അപ്പൊ ഇതൊക്കെ ആയുധമാണ്. ശരിയായി ബോധമുള്ള ആളുടെ കയ്യിൽ, ശിവന്റെ മുകളിലിരിക്കുന്ന ദേവിയുടെ ബോധത്തോടു കൂടി ഇരിക്കുന്ന ശക്തി ഉള്ളപ്പോ ഇതൊക്കെ അനുകൂലമാണ്, വളർച്ചയ്ക്ക് വളർച്ചയ്ക്ക് സഹായകമാണ്. പക്ഷെ ഈ ശിവബോധമില്ലാതെ ചുമ്മാ ഇത് ദേഷ്യവും ഇതുമൊക്കെ പ്രയോഗിക്കുമ്പോഴാണ് പ്രശ്നം. അത് സാധന ചെയ്യുമ്പോൾ ഈ ദേവിയുടെ ശിവബോധത്തിലുള്ള ദേവിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ ആയുധങ്ങളായിട്ട് പ്രവർത്തിക്കും, വേണ്ട രീതിയിൽ വേണ്ട സമയത്ത്. പല സമയത്ത് ഇത് പ്രയോഗിക്കാതിരിക്കുന്നത് ആയുധമാണ്, പ്രയോഗിക്കുന്നതും ആയുധമാണ്, ബോധം അനുസരിച്ചിട്ടാണ്. ചില സമയത്ത് മൗനം നല്ലൊരു ആയുധമാണ്, ശരിയല്ലേ? അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ. അപ്പൊ രാഗസ്വരൂപ പാശാഠ്യ ഇതൊക്കെ ആയുധമായിട്ടും എഫക്റ്റീവായിട്ടും ഗുണകരമായിട്ടും വരുന്ന എന്താ? ഇത് ആരുടെ കയ്യിലിരിക്കുന്നത്? ശിവന്റെ മുകളിലിരിക്കുന്ന ദേവിയുടെ കയ്യിലാ. ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീന വല്ലഭ, ശിവകാമേശ്വരന്റെ അംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവിയുടെ കയ്യിലിരിക്കുമ്പോഴാണ്, അതായത് ബോധത്തോടു കൂടിയുള്ള അവസ്ഥയിൽ നമ്മൾ ഇത് പ്രയോഗിക്കുമ്പോഴാണ് നമുക്കിത് ഗുണമായിട്ട് വരുന്നത്. ബോധമില്ലാതെ ഈ സാധനം എന്ത് നല്ല കാര്യവും അവരുടെ കയ്യിൽ അത് ചീത്തയായിട്ട് മാറും. തോക്ക് നമ്മുടെ കയ്യിലിരുന്നാൽ അത് പോസിറ്റീവാ, വിവരവും ബുദ്ധിയും ബോധമുള്ളതുകൊണ്ട്. 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലിരുന്നാലോ അവന് തന്നെ മരണത്തിന് കാരണമാവും. സമ്പത്ത്, എല്ലാ കാര്യങ്ങളും ബോധമില്ലാതായി പിന്നെ നമുക്ക് എതിരാവും. അനുകൂലമാകുന്നത് ബോധത്തോടു കൂടിയാവുമ്പോൾ. രാധക സ്വരൂപ പാശാഠ്യ ക്രോധാകാരാങ്കുശോജ്വല. കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാവും, ദേവി എങ്ങനെയാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്, എന്താണ് ദേവി ഉദ്ദേശിക്കുന്നത്. കാരണം ഇമോഷണലായ ആളുകൾക്ക് അവരിലേക്ക് നെഗറ്റീവ് എനർജികൾ പ്രൊസസ് ചെയ്യുന്നു, ബാധകൾ പ്രൊസസ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പാശവും അങ്കുശവും പോലെയുള്ള, അതായത് രാഗദ്വേഷങ്ങളൊക്കെ അവർക്ക് എതിരായിട്ട് മാറുന്നു. പക്ഷെ ദേവി വരുമ്പോൾ അവരുടെ ഈ ആയുധങ്ങൾ ശരിയായി പ്രവർത്തിക്കുകയും അവർ പുറത്തേക്കുള്ള കർമ്മങ്ങളെ നിയന്ത്രിക്കാൻ, പോസിറ്റീവായിട്ടുള്ള കർമ്മഫലങ്ങളെ കൊണ്ടുവരാൻ കഴിവുള്ളവരായിട്ട് ആളുകൾ മാറുകയും ചെയ്യുന്നു. നമ്മുടെ സാധന തുടങ്ങിയ ശേഷം മിക്കവാറും ആളുകൾ പറയാറുണ്ട്, എനിക്കിപ്പോ സാറേ നല്ല ക്ലാരിറ്റി ആയി. എന്താ ക്ലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരിയല്ലേ ഞാൻ പറഞ്ഞു അല്ലെ? നല്ല ക്ലാരിറ്റി ആയി. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എവിടെ മിണ്ടാതിരിക്കണം, എവിടെ പറയണം, എവിടെ ദേഷ്യപ്പെടണം, ദേഷ്യപ്പെടാതിരിക്കണം, എവിടെ സ്നേഹിക്കണം, സ്നേഹിക്കാതിരിക്കണം, എവിടെ ആഗ്രഹങ്ങൾ കാണിക്കണം, എവിടെ ആഗ്രഹം കാണിക്കാതിരിക്കണം. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ആയുധമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനും മറ്റുള്ളവർക്കും ഗുണകരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത് വിജയിപ്പിക്കാനും ഒരു ടീം വർക്കിനും ഒക്കെ സഹായകമാവും. ഇത് ആയുധമായി ബോധത്തോടുകൂടി ദേവി ഉപാസനയിലൂടെ ദേവി വരുമ്പോൾ ഇതൊക്കെ പ്രയോഗിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കും. പോസിറ്റീവായിട്ടുള്ള കർമ്മഫലങ്ങളെ നമുക്ക് തരും. അതാണ് ദേവിയുടെ രൂപത്തിൽ ഇതിന് ഇത്രയും പ്രാധാന്യം. രാഗസ്വരൂപാശക്യ ക്രോധാകാര ഗുശോജ്വല. ഷംനാം അത് പറയുന്നു, ക്ലാരിറ്റി വന്നിട്ടുണ്ട് സാറേ മെസ്സേജില്, ജീവിതത്തിൽ. അങ്ങനെ പലരും മെസ്സേജ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്ലാരിറ്റി ഇത് കിട്ടും. രാഗസ്വരൂപാശക്യ ക്രോധാകാര ഗുശോജ്വല മനോരൂപേക്ഷ കോദന്ത പഞ്ചതന്മാത്ര സായക. മാനസികമായ രൂപത്തോടു കൂടിയ കരിമ്പ് വില്ല് ദേവി പിടിച്ചിരിക്കുന്നു ഒരു കൈ. പഞ്ചതന്മാത്ര സായക 5 തന്മാത്രകളോട് കൂടിയ പുഷ്പബാണങ്ങൾ മറ്റേ കയ്യിലും ഉണ്ട്. പഞ്ചതന്മാത്ര സായക. പഞ്ചതന്മാത്രകൾ ഏതൊക്കെയാണ്? ശബ്ദ, സ്പർശ, രൂപരസഗന്ധങ്ങൾ. അതിലൂടെയാണ് ഈ കരിമ്പ് വില്ല് പ്രവർത്തിക്കുന്നത്, മനസ്സ് പ്രവർത്തിക്കുന്നത്. ഈ 5 ബാണങ്ങൾ അത് മനസ്സ് വില്ലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന എന്താ? കരിമ്പ് വില്ല്. മനസ്സ് ശരിയായി ഉപയോഗിച്ചാൽ മനസ്സുകൊണ്ട് നമുക്ക് ലോകം ജയിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഈ മനസ്സ് ബോധമില്ലാതെ ഉപയോഗിക്കപ്പെട്ടാൽ, ബാധകളിലൂടെ അത് ഉപയോഗിക്കപ്പെട്ടാൽ നെഗറ്റീവ് എനർജികൾ വന്നിട്ട് ഈ മൈൻഡിനെ കൈയടക്കുകയും നമ്മളെ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ബോധിധർമ്മൻ പറഞ്ഞത്, മൈൻഡ് ഈസ് എ ഗുഡ് സ്ലേവ് ബട്ട് വെസ്റ്റ് മാസ്റ്റർ. മൈൻഡ് വളരെ മെച്ചപ്പെട്ട ഒരു തൊഴിലാളിയാണ്, ബട്ട് ഏറ്റവും മോശപ്പെട്ട ഒരു മുതലാളിയാണ്. മൈൻഡ് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ഒരടിമയായി മാറി. മൈൻഡ് തീരുമാനിച്ച് പലയിടത്തുമൊക്കെ വലിച്ചു കൊണ്ടുപോകും നമ്മളെ. എന്നിട്ടുള്ള കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കൊണ്ടുപോകും. എപ്പോഴും എന്തൊക്കെ സന്തോഷിക്കാനുണ്ടെങ്കിലും
ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതേ പിടിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. അത് സോൾവ് ആയി കഴിഞ്ഞാൽ അടുത്ത ഒരെണ്ണം കണ്ടുപിടിക്കും. അതാണ് മൈൻഡിന്റെ രീതി. 100 പോസിറ്റീവ് ഉണ്ടെങ്കിൽ 99 പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് കാണില്ല. ഒരു നെഗറ്റീവ് കണ്ടിട്ട് അത് ഇങ്ങനെ മനസ്സിലിട്ടിട്ട് ആൻസൈറ്റി സ്ട്രെസ്സും ഉണ്ടാക്കി മാനസിക രോഗിയായിട്ട് മാറും. മനസ്സ് മാസ്റ്ററാവും. എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കുന്ന ബോധാവസ്ഥയിലേക്ക് ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും ദേവി ഉപാസനയിലൂടെയും എത്തുമ്പോൾ ഇത് വളരെ ഗുണകരമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ വിജയങ്ങൾ ഒന്നൊന്നായി നമുക്ക് കൊണ്ട് തരുന്നു. ഇമോഷനെ അടക്കിയവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ട്. അതിനെ ആയുധമാക്കണം, ഇമോഷൻസിന് ശരിയായ രീതി. അതിനാൽ അതിന്റെ ആയുധം ആ ആയുധം നമ്മളിലേറ്റ് മുറിവേൽക്കുകയല്ല, അതിനെ ശരിയായി ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ രാഗസ്വരൂപാശാഖ്യ ക്രോധാകാര അങ്കുശോജ്വല മനോരൂപേക്ഷ കോദണ്ഡ പഞ്ചതന്മാത്ര സഹായക. മനസ്സിന്റെ രൂപത്തിലുള്ള കോദണ്ഡം. കോദണ്ഡപാണി ആരാണ്? ശ്രീരാമനാണ്, അല്ലേ? അപ്പൊ ആ വില്ലിന് എന്താണ്? വില്ല് നമ്മൾ കൊലയ്ക്കുമ്പോൾ, വില്ല് കൊലച്ചിട്ട് അമ്പ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരേ സമയം 2 സൈഡിലേക്ക് ഫോഴ്സ് പോകുന്നു. അപ്പൊ ഒരു ഫോഴ്സ് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വാസനകളെ തരുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ പുറത്തേക്ക് നമ്മൾ നമ്മുടെ കർമ്മങ്ങളിലൂടെ എനർജിയെ പുറത്തേക്ക് തള്ളും, കർമ്മേന്ദ്രിയങ്ങളിലൂടെയും ഒക്കെ. അപ്പൊ നമ്മളുടെ ഒരേ സമയം നമ്മുടെ വാസന, നമ്മളിപ്പോ ഒരാളെ അടിച്ചാൽ നമ്മുടെ വാസനയിൽ അത് രേഖപ്പെടുത്തുന്നു. ആളുകളെ ഇങ്ങനെ അടിക്കാം. അടുത്ത വേറൊരിടത്ത് ചെല്ലുമ്പോഴും ഇതുപോലെ ബിഹേവിയർ നമ്മളുണ്ടാവും. സൈക്കോളജിയിൽ സ്കിന്നർ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റിന്റെ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. അതിനകത്തില് പോസിറ്റീവായിട്ടുള്ള റിവാർഡ് കിട്ടിയാൽ നമ്മളുടെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. അത് തന്നെ കൂടുതൽ ചെയ്യാനുള്ള ടെൻഡൻസി വരും, അത് ചെയ്യും, അത് നമ്മുടെ ക്യാരക്ടറിന്റെ ഭാഗമാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്താൽ അയാളുടെ ക്യാരക്ടറിൽ അത് താഴോട്ട്, ആ കണ്ടീഷനിങ് താഴോട്ട് പോകും, ആ സ്വഭാവം താഴോട്ട് വരുമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള അനുശീലനങ്ങളെ, കണ്ടീഷൻസ് മൈൻഡിൽ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ വില്ലാക്കി ചിത്രീകരിക്കുന്നത്. 2, അത് ശരിയായി ഉപയോഗിച്ചാൽ വളരെ ആസ്വാദ്യകരമായ നല്ല മധുരരസമുള്ള കരിമ്പിന്റെ ജ്യൂസ്, അല്ലെ, കരിമ്പിന്റെ എസെൻസ്, അത് നമ്മുടെ നാക്കിലെത്തുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ? എപ്പോൾ? ബോധത്തോടുകൂടി മനസ്സിനെ നിയന്ത്രിച്ചാൽ. ദേവി ഉണ്ടെങ്കിൽ, ദേവി ബോധത്തിന്റെ പ്രതീകമാണ്. ദേവി ശിവനോട് കൂടിയ ദേവിയാണ് നമ്മുടെ ആരാധ്യ വിഷയം. അത് ബോധത്തോടുകൂടി ശക്തി പ്രവർത്തിക്കുന്നതിന്റെ പ്രതിരൂപമാണത്. തോക്കിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പൊ മനസ്സിനെ, ബോധത്തോടുകൂടി ഇരിക്കുന്ന ദേവി മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ അത് വളരെ ആസ്വാദ്യകരമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ മനസ്സിനെ വെച്ചിട്ട് ധ്യാനം ചെയ്യുമ്പോൾ അകത്തേക്ക് പോയിട്ട് നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുന്ന മനസ്സുള്ളതുകൊണ്ടല്ലേ. അപ്പൊ മനസ്സ് തീർത്തും വേണ്ട എന്നല്ല പറയുന്നത്, മനസ്സിനെ അന്തർമുഖമാകണം. ഗീതയിൽ പറയുന്നു, രാഗസ് ദ്വേഷ വിയുക്തേഷു, അല്ലയോ അർജുന, ആത്മവശ്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നീ കർമ്മം ചെയ്യൂ. നീ കർമ്മം ചെയ്തോളൂ. പുറത്തോട്ട് ശ്രദ്ധിക്കുന്ന എന്തിനാ? നീ അകത്തേക്ക് ശ്രദ്ധിച്ചോണ്ട് നിന്റെ കർമ്മം ചെയ്യും. അപ്പൊ വാസന തീരുകയും ചെയ്യും, നീ ആഗ്രഹിക്കുന്നില്ല കിട്ടുകയും ചെയ്യും, ആനന്ദ സമാധി കിട്ടും. അങ്ങനെ കുണ്ടലിനി സുഷുമ്നയിലൂടെ സഹസ്രാരത്തിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നാക്കിനകത്തൊരു നല്ല ടേസ്റ്റ്, ഒരു ലിക്വിഡ് ഫോം ചെയ്യുന്നു, DNT, യോഗാമൃതം എന്നാണ് അതിന് പറയുക. നമ്മുടെ ഗ്രൂപ്പിൽ അത് വന്നിട്ടുള്ള പലരും ഉണ്ട്. മെസ്സേജ് അയക്കണമെങ്കിൽ അയച്ചോ. അത് അത്രയ്ക്ക് ആനന്ദകരമായ ലിക്വിഡ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അവിടെ നിന്ന് ഊർന്നു വരും. അതിനെ യോഗാമൃതം എന്ന് പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണ്ടോ, പലരും കൈ കാണിക്കുന്നുണ്ട്. അപ്പം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കടുശർക്കര യോഗത്തിലെ വിഗ്രഹത്തിന്റെ സൃഷ്ടിയിൽ ഒരു കൂട്ട് ഈ യോഗാമൃതമാണ്. ആ ആനന്ദം അത് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വരുന്നതാണ്. അതായത് ദേവിയുടെ മദ്യം എന്നൊക്കെ പറയുന്ന അതാണ്. കാരുണി, മതവിഹ്വല എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ഈ കുണ്ടലിനി സുഷുമ്നയിലൂടെ സഹസ്രാരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ആനന്ദാമൃതത്തെ സൂചിപ്പിക്കുന്നു. എങ്ങനെ? ഈ കരിമ്പ് വില്ലാകുന്ന മനസ്സുകൊണ്ട് ആംനായ മഥനം ചെയ്ത്, ജപം ചെയ്ത്, ഉപാസന ചെയ്ത്, ഒരു ശ്രീവിദ്യ ഉപാസകൻ, ദേവി ഉപാസകൻ കുണ്ടലിനി സഹസ്രാരത്തിൽ എത്തിക്കുമ്പോൾ തട്ടുപാടില്ലാതെ, ബാധയ്ക്കൊന്നും പോവാതെ, വഴി തെറ്റാതെ, അസുഖങ്ങളെ, ബൈപ്പോളാർ ഡിസോർഡർ ഒന്നും വരാതെ, സ്കിസോഫ്രീനിയ വരാതെ കൃത്യമായി ലാൻഡ് ചെയ്യിപ്പിച്ചാൽ, സുഷുമ്നയിലൂടെ സഹസ്രാരത്തിൽ എത്തിച്ചാൽ ഈ ആനന്ദ അമൃതം അനുഭവിക്കാൻ സാധിക്കും.
ആ ആനന്ദ അമൃതമാണ് കരിമ്പിന്റെ ജ്യൂസായിട്ട് ഇവിടെ പറയുന്നത്. രസം, കരിമ്പിന്റെ രസമായി പറയും. അപ്പൊ ആ മനസ്സ് വെറും മനസ്സാണോ? അന്തർമുഖമായ സാധനാപരമായ ഉപാസനാപരമായ ദേവിയോട് അങ്ങേയറ്റം ഭക്തിയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ് ദൈവം. സ്നേഹമുള്ളിടത്ത് ഒരു ബാധക്കും കയറാൻ പറ്റത്തില്ല. ബാധകൾ വെളിയിൽ വന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഒരുപാട്. അതിനകത്ത് ബാധകളെല്ലാം കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് സ്നേഹം. ഇവർക്ക് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് ഇവളെ എനിക്ക് നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. സ്നേഹം, അതാണ് ജീസസ് സ്നേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ബാധ ഒഴിപ്പിക്കുന്ന ഒരാൾ, നെഗറ്റീവ് എനർജികൾ റിമൂവ് ചെയ്യുന്ന ആൾ. നെഗറ്റീവ് എനർജിയെ എങ്ങനെ റിമൂവ് ചെയ്യുക? സ്നേഹം കൊണ്ട്. ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹിച്ചാൽ മതി, ബിസിനസ് ഭയങ്കര സക്സസ് ആവും. എന്നാൽ കസ്റ്റമേഴ്സിനൊക്കെ ഉള്ളു തുറന്നങ്ങ് സ്നേഹിക്കുക, ഭയങ്കര റിസൾട്ട് ആയിരിക്കും. അമ്മ അമൃതാന്തമായി അമ്മ കെട്ടിപ്പിടിക്കുമ്പോൾ സ്നേഹം മറ്റുള്ളവരിലേക്ക് വരുന്നു, അവിടെ നെഗറ്റീവ് എനർജി മാറുന്നു. അവർ പോയി ബിസിനസ് ചെയ്യുമ്പോൾ ഹീൽ ചെയ്യപ്പെടുന്നു, ലക്ഷങ്ങൾ കിട്ടും, അതിന്റെ ഒരു പോഷൻ കൊണ്ട് കൊടുക്കും, കോടികൾ കിട്ടുന്നു. സ്നേഹം ഭയങ്കര പവറാണ്. അപ്പൊ രാഗസ്വരൂപ പാശം, സ്നേഹത്തിന്റെ പാശം വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അത് ഗുണമാണ്. ആഗ്രഹം എന്നും അവിടെ അർത്ഥമുണ്ട്. മനോരൂപേഷ് പറഞ്ഞ പഞ്ചതന്മാത്ര സാധനങ്ങൾ, 5 തന്മാത്രകൾ അല്ലെ വില്ലില്, ശബ്ദസ്പർശ രൂപരസഗന്ധ തന്മാത്രകള് അല്ലെ. അതില് ഈ സ്ഥൂലം ആയിട്ടുള്ള അർത്ഥത്തില് ഹർഷണം, രോചനം, മോഹനം, ശോഷണം, മാരണം, ഈ നാമങ്ങളോട് കൂടിയ കമലം, രക്തകൈരവം, കൽഹാരവം, ഇന്ദീവരം, സഹകാരം എന്ന് 5 വിധ പുഷ്പങ്ങളെ കുറിച്ച് ആണ് പറയുന്നത് കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ ലളിതാ സഹസ്രനാമ വ്യാഖ്യാനത്തിൽ. ഇത് സ്ഥൂലമായ സൂക്ഷ്മമായ അവസ്ഥയിൽ മായാബീജാതി മന്ത്രങ്ങളാണെന്ന് പറയുന്നു. പരമായ അവസ്ഥയിൽ കാമക്രോധ ലോഭ മോഹങ്ങളോ അല്ല, നമ്മുടെ അടിസ്ഥാന സ്നേഹം എന്ന് പറയുന്ന വികാരവും ഉൾപ്പെടെയുള്ള അതിന്റെ പല ഭാവങ്ങൾ വരുന്നു. രാഗത്തിൽ നിന്നാണ് നമുക്ക് ക്രോധം ഉണ്ടാവുന്നത്. ആഗ്രഹം തോന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും, അങ്ങനെയും പറയാം. അപ്പൊ ഇതെല്ലാം ദേവിയിൽ നിൽക്കുമ്പോൾ ഉപാസനയിൽ നിന്നുകൊണ്ട് ശരിയായി ഉപയോഗിച്ചാൽ ഇത് ഇങ്ങനെ വരത്തില്ല. അത് ഗുണകരമായിട്ട് നമുക്ക് അതിനെ പരിവർത്തനം ചെയ്ത് കർമ്മഫലങ്ങളിൽ മോചനം കിട്ടാൻ കാരണമാവും. നമ്മുടെ ക്ലാരിറ്റി കൂടിക്കൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, ശ്രീവിദ്യ ഉപാസന ചെയ്യുന്നത് ശരിയായ രീതിയിൽ. ഇങ്ങനെ വേണം ഇത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത തലമുറയുള്ള ആളുകൾ ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു പിക്ചർ അടിയിൽ ജ്ഞാനമായിട്ട് വരും. ഇമോഷൻ പാടില്ല ആവശ്യമില്ലാതെ, എന്നാൽ വേണ്ടടത്ത് വേണ്ട വിധം വേണം, ബോധം വേണം. ഇതൊക്കെ ആ ഒരൊറ്റ ബിംബം കൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കും. നാം ബോധത്തിൽ പ്രവർത്തിക്കണം. ശക്തി ബോധത്തിന്റെ മേളിലാണ് ഇരിക്കേണ്ടത്, തിരിച്ചല്ല. ശക്തി നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ എന്തും ചെയ്യും ബോധമില്ലാതെ. ബുദ്ധിപൂർവ്വം ഒരാളെ കൊല്ലും. അവിടെ ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, പക്ഷെ അതിനെ ഉപയോഗിക്കുകയാണ് ഇമോഷൻസ് അല്ലേ. തീവ്രവാദിക്ക് ഭയങ്കര ബുദ്ധിയില്ലേ അല്ലേ? ആളുകളെ ബോംബ് വെച്ച് കൊല്ലാൻ, സ്വയം ചാവാനും ഒക്കെ ഭയങ്കര ബുദ്ധിയാണ്. അപ്പൊ ബോധത്തിനെ ഈ ഇമോഷൻസ് അല്ലെങ്കിൽ ശക്തി ഉപയോഗിക്കണം. അങ്ങനല്ല, ശക്തി എപ്പോഴും ശിവന്റെ മേലിലാണ്. ദേവി തന്നെയാണ് ഇത് രണ്ടും, ശിവനും ശക്തിയും. ശക്തി മൂവ് ചെയ്യുന്നു, ശിവൻ മൂവ് ചെയ്യുമ്പോൾ ശക്തി എന്ന് വിളിക്കുന്നു. ശക്തി നിന്നാൽ അത് ശിവന്, അത്രേ ഉള്ളൂ ആ ബോധം. അപ്പൊ രണ്ടും രണ്ടല്ല, ഒന്നാണ്. ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്നാണ് പറയുന്നത്. അപ്പൊ ആ ലളിതാംബികയുടെ രൂപം എന്തിനാണ് നമ്മുടെ മനസ്സിലേക്ക് ഋഷി ആദ്യമേ തരുന്നത്? എന്തിനാണ്? സ്നേഹം ഉണ്ടാവുന്നത്. അമ്മ എന്ന് പറഞ്ഞ ആർക്കിടെക്റ്റിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് വളരെ പോസിറ്റീവായി, വളരെ ബോധത്തോടു കൂടി ഈ ഇമോഷൻസിനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കമാൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇൻജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്ന വളരെ ക്ലാരിറ്റിയോടെ, സ്നേഹത്തോടെ, ബോധത്തോടെ പാശത്തിനെയും അങ്കുശത്തിനെയും പുഷ്പബാണങ്ങളെയും ചാപങ്ങളെയും ഒക്കെ ശരിയായി വിനിയോഗിച്ചുകൊണ്ട് സക്സസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതിനാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു പിക്ചർ, ഒരു ധ്യാന ശ്ലോകം, ഒരു രൂപം ദേവിയിൽ നമുക്ക് തരുന്നത്. എല്ലാവരുടെയും പ്രശ്നം ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള, എനിക്ക് ആരുമില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, അവിടെ നിന്നാണ് ഈ ബാധകളൊക്കെ കയറുന്നത്. നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ നെഗറ്റീവായി ഇരിക്കുന്ന ആളുകൾ ഒറ്റപ്പെടുന്നതുകൊണ്ടാണ് നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവുന്നത്. പക്ഷേ ദേവി ഉപാസന ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉള്ള കൂട്ട് നമുക്ക് തോന്നും. നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ള നമ്മുടെ പ്രശ്നം. നമ്മുടെ കൂടെ ആരെങ്കിലും ഉള്ളതായിട്ട് എപ്പോഴും തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പവറായി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തോന്നും. അറിയാതെ തോന്നുവാണ് നമ്മുടെ കൂടെ ആരോ ഉള്ള കൂട്ട്, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുന്നു, ഒരു സുഹൃത്ത്, സ്നേഹിക്കുന്ന ഒരാൾ കൂടെ ഉള്ള കൂട്ട് തോന്നും. നമ്മുടെ ഗ്രൂപ്പിൽ പല ആളുകളും പറയാറുണ്ട് എപ്പോഴും, ശരിയല്ലേ?
എപ്പോഴും അമ്മ എൻ്റെ കൂടെ ഉള്ള കൂട്ട് തോന്നുന്നു. അതൊരു മഹാഭാഗ്യമാണ്. ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ നമുക്ക് ഒന്നിച്ചു കൂടാൻ പറ്റുക. ഇന്ന് പലരും മൊബൈൽ കണ്ട് റീൽസ് കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നു, ദേവിയെക്കുറിച്ച് സംസാരിക്കാൻ, കേൾക്കാൻ, ചർച്ച ചെയ്യാൻ. അപ്പം നമ്മളെല്ലാം ഇത്തരത്തില് പാശാങ്കുശ പുഷ്പബാണ ജാപങ്ങളെ ശരിയായി വിനിയോഗിക്കാൻ ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ്, അത് കഴിഞ്ഞ് ജപത്തിലേക്ക് കടക്കാം. അതിനറിയാവുന്ന രീതിയിൽ ആൻസർ പറയാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മറ്റുള്ള ക്വസ്റ്റ്യൻസ് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതിയോ? തിരുമേനി, ഈ ദേവിക്ക് 3 ഭാവങ്ങളാണ്, ഈ സ്ഥൂലം, സൂക്ഷ്മം, പിന്നെ എന്താ തിരുമേനി പറഞ്ഞ പരമോ? പരാശക്തി അല്ലേ? പരം. അതായത് പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നല്ലേ നമ്മൾ മന്ത്രം വെളിയിലേക്ക് വരിക. ഖ ശബ്ദം ആകാശത്തെ കുറിക്കുന്നു. വൈഖരി എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് വന്ന ഇത് വൈഖരിയാണ്, മന്ത്രത്തിന്റെ അവസ്ഥകളാണ്. അപ്പൊ ഈ പരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് അവസ്ഥയാണ്. പരാശക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ബേസിക് എനർജിയാണ് പ്രാണൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രാണനാണ് പരാശക്തി. ആ പ്രാണനാണ് നമ്മളിലൂടെ ഇങ്ങനെ മൈൻഡിലൂടെയൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളോട് പ്രവർത്തിക്കും. മരിക്കുമ്പോൾ ഈ പ്രാണൻ പോയി എന്ന് പറയും. ഈ പരാശക്തിയെ ഫീൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതായത് നമ്മൾ ശരിയായി ഉപാസിക്കുമ്പോൾ നമുക്ക് ഈ പരാശക്തിയെയാണ് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്, പ്രാണന്റെ സെപ്പറേറ്റ് അവസ്ഥ. ഓക്കെ. ഈ പഞ്ചബാണങ്ങൾ എന്ന് പറയുന്നത് പഞ്ച തന്മാത്രയും സെയിം ആണോ? അത് പഞ്ചബാണങ്ങൾ സ്ഥൂല അവസ്ഥ പറയുന്നു. അതായത് നമ്മൾ കാണുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന ആ രൂപം, ദേവിയുടെ രൂപവർണ്ണനയിൽ പഞ്ചപുഷ്പബാണങ്ങൾ എന്ന് പറയുന്നു. കാമദേവന്റെ പുഷ്പബാണങ്ങളാണിത്. അപ്പം ശരിക്കും കാമദേവൻ ഡിസയറാണ് അല്ലേ? വാസനകളുടെ ആകെത്തുകയല്ലേ കാമം. അപ്പൊ കാമമാണ് ഈ പ്രപഞ്ചം. 64 കാമകലകളായിട്ട് പ്രപഞ്ചം മുഴുവൻ ദേവി നിറഞ്ഞു നിൽക്കുന്നു. സ്പന്ദകാരിക കാശ്മീരി ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നു. അപ്പൊ 64 കാമകലകളായിട്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചതുശക്തി കോടി യോഗിനി ജനസേവിത, 64 കോടി യോഗിനികളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ദേവി ത്രിപുരസുന്ദരി ആദിപരാശക്തി. അതിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നതല്ല, ഇങ്ങനെ ചർച്ച ചെയ്താൽ മനസ്സിലാവുന്നതല്ല, അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. നമ്മളിപ്പോ സംസാരിക്കുന്നത് തന്നെ സ്ഥൂലത്തെ കുറിച്ചാണ്, അതേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അന്നമയവും മനോമയവും മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രാണമയത്തിലേക്കും വിജ്ഞാനമയത്തിലേക്കും ആനന്ദമയത്തിലേക്കും എക്സ്പീരിയൻസ് ചെയ്ത് കയറിപ്പോകും. ആ അർത്ഥങ്ങൾ അപ്പോഴാണ് നമുക്ക് ലളിതാശ്രാമത്തിന്റെ അർത്ഥങ്ങൾ, ആ അർത്ഥങ്ങൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെ പോയാൽ എത്തും, ഉറപ്പായിട്ടും എത്തിയിരിക്കും, സംശയം വേണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എത്തും, അല്ലെ നമ്മൾ എത്തിക്കും, നമ്മളല്ല ദേവി എത്തിക്കും. ഓക്കെ. അപ്പം പരാവസ്ഥ എന്ന് പറയുന്നത് ഈ അടിയിലുള്ള ബേസിക് അവസ്ഥയാണ്. അപ്പൊ അന്നമയത്തിലുള്ള പഞ്ചകോശ വ്യാഖ്യാനമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അന്നമയത്തിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. മനോമയത്തിലുള്ളത് ഈ രൂപം, പ്രാണമയത്തിൽ പ്രാണൻ, ദേവി പ്രാണനാണെന്ന് പറഞ്ഞു, എനർജിയാണെന്ന് പറഞ്ഞു. അതിങ്ങനെ ഇമോഷൻസിലൂടെ പ്രവർത്തിക്കുമ്പോൾ മനോമയ കോശമായി. അതിനെ ജ്ഞാനസ്വരൂപത്തിലുള്ള ആണ് അങ്കുശം എന്ന് പറയുന്നു. അതെ, ജ്ഞാനം പറയുമ്പോൾ അറിവ് വരുമ്പോഴാണ് ആ ദേഷ്യം നിൽക്കുന്നതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പൊ ആ ഇച്ഛാശക്തിയായിട്ട് വരുന്ന രാഗം, ആഗ്രഹം, അത് ഇച്ഛാശക്തിയായിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അനാവശ്യ സ്ഥലമാണെന്നാണെങ്കിൽ, ദേഷ്യം വരുവാണെങ്കിലും ഒക്കെ ഈ ബോധം പ്രവർത്തിക്കുന്നു, അല്ലെ ബോധത്തോടു കൂടി ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിൽ ജ്ഞാനശക്തിയായിട്ട് മാറും. അപ്പം വിജ്ഞാനമയ കോശത്തിന്റെ ആക്ടിവേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അറിവുണ്ടാകുന്ന തലം ആക്റ്റീവ് ആവും. അപ്പോൾ ദേവി ഉപാസനയുടെ അപ്പൊ ആനന്ദം ഉണ്ടാവും. അതാണ് കരിമ്പ് വില്ല്, അല്ലെ? കരിമ്പ് വില്ലിലൂടെ അത് കരിമ്പ് ചതച്ച് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് രുചി ഉണ്ടാവും. ആനന്ദമയ കോശം ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ഈ DMT അല്ലെങ്കിൽ യോഗാമൃതം, ആനന്ദം, ഭയങ്കര സുഖമുള്ള അവസ്ഥ, ആ ലിക്വിഡ് വരണം എന്നൊക്കെ പറഞ്ഞു. സമാധി കിട്ടുന്നെന്ന് പറഞ്ഞു. സമാധി ഏറ്റവും ആനന്ദം നിറഞ്ഞ ഒരു മനുഷ്യന് സാധ്യമായ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ആനന്ദമയ കോശമായി. അപ്പൊ അന്നമയത്തിൽ നിന്ന് തുടങ്ങി മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. താങ്ക് യു ഫോർ യുവർ
ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരാൾ ചോദ്യം ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായി ദേവിയാണ് ഇതെല്ലാം പറയും. അപ്പം വേറെ ഒന്നും ഇല്ല, നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഗുരുനാഥ, ആ ഈ രാഗസ്വരൂപ ഭാഷയുടെ എന്ന് പറയുമ്പോൾ പരസ്പര ആളുകളെ തമ്മിൽ ആകർഷിപ്പിക്കുക അങ്ങനെ ഒരു അർത്ഥമാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടാവും ചോദിച്ചു. ആളുകളെ ആകർഷിക്കുക തീർച്ചയായിട്ടും. പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും ത്രൈലോക്യ മോഹന ചക്രമല്ലേ ആദ്യം വരും. 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന ത്രൈലോക്യ മോഹന ചക്രവും അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കഴിവുകൾ ഉണ്ടായി വരും ദേവി ഉപാസന ചെയ്യുമ്പോൾ. അട്രാക്ഷൻ ഉണ്ടാവും. മറ്റേത് ബാധ വരുമ്പോൾ നെഗറ്റീവാണ്, അതൊക്കെ ദേഷ്യം വരും. നമ്മൾ ഒരു കാരണമില്ല, അകാരണമായിട്ട് ആളുകൾ നമുക്ക് ദേഷ്യം, ആൾക്ക് നമ്മളോട് ദേഷ്യം വരും, നമുക്ക് ആളുകളും വരും. പക്ഷെ ഇത് അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെ പറയുന്നത് പറ്റില്ല. അതും അല്ല എനിക്കങ്ങനെ വർക്ക് ചെയ്യുന്നത് ചെയ്ത പ്രവൃത്തിയോടൊക്കെ ഭയങ്കര ഇഷ്ടം വരും. പ്രവൃത്തികള് കർമ്മത്തോട് ഭയങ്കര ഇഷ്ടം വരും, ചെയ്യാൻ വരും ഒക്കെ വരും. അങ്ങനെയൊക്കെ എടുക്കാം, ക്ലാരിറ്റി വരും. അതാണ് ഏറ്റവും വലിയ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, ശ്രീമാത്രേ നമഃ. ദേവിയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ജപത്തിലേക്ക് കിടക്കാം. ഇന്ന് ഈ പേരും നാളും ഇട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചു. ഒരു നിമിഷം അവരുടെ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ക്ഷമാത്രയും എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറട്ടെ, പ്രതിസന്ധികളൊക്കെ മാറട്ടെ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ, മാനസിക ശാരീരിക രോഗങ്ങളെല്ലാം മാറട്ടെ. ക്ഷമാത്രയും ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോഭവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വതയേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദ്യാഭ്യോ നമഃ. ഓം നമഃ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശ്ച നിഭ്രശ്ച രാഹവേ കേതവേ നമോ നമഃ. ആദിത്യാദി നവഗ്രഹ ദേവതാഭ്യോ നമഃ. ന്യാസം. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാർഷയ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവത ശ്രീമദ്വാഗ്ഭവകൂടേതി ബീജം മധ്യകൂടേതി ശക്തിഃ ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം. ശ്രീലളിതാ മഹാത്രിപുരസുന്ദരീ പ്രസാദ സിദ്ധിദ്വാര സകല ചിന്തിത ഫലാവ്യാപ്താർത്ഥേ ജപേ വിനിയോഗഃ. ധ്യാനം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത് താരാനായകശേഖരാ സ്മിതമുഖീ മാപീന വക്ഷോരുഹാ പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതി സൗമ്യാം രത്നഖടസ്ഥരക്തചരണാധ്യായേത് പരാമാംബികാം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാ പത്മപത്രായദാക്ഷി ഹേമാം ഭാപീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാവരാഗീ സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനി ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാം അളികചുംബികസ്ഥൂരികാം സമന്ദഹസിദേശനാ സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനി മരുണമാല്യഭൂഷാഭരാം ജപാകുസുമഭാസുരാ ജപവിധൗ സ്മരേദംബികാം അരുണാകരുണാതരംഗിതാപാശാങ്കുശപുഷ്പപാണചാപാ അണിമാദിഭിരാവൃതാമയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി
ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്ഭാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരുപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജദ് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക്കല സക്കച കുരുവിന്ദമണി ശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജ സ്ഥളിഗസ്ഥല ശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്രലക്ഷ്മി പരിവാഹ ചലന്മീനാഫലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബ മഞ്ജലി ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപന്നോടൂപമണ്ഡല പത്മരാഗ ശിരാദർശ പരീഭാവി കപോലഭൂ നവവിദ്രുമ ബിംബ്രശ്രീ ന്യക്കാരീദനച്ഛദ ശുദ്ധ വിദ്യാങ്കുരാങ്കാര ദ്വിജ പങ്ക്തിദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാഹർഷാദിഗന്ധര നിജ സല്ലാപ മാധുര്യ വിനയ ഭക്തി സിഗച്ഛബി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ അനാകലിത സാദൃശ്യ ചുംബുക ശ്രീ വിരാജിത കാമേശ്വര ബന്ധ മാംഗല്യ സൂത്രശോഭീത ഗന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവേയ ചിന്താക ലോലമുക്ത ഫലാന്വിത കാമേശ്വര പ്രേമരത്നമണി പ്രതിബണസ്ഥനി നാഭ്യാലവാല രോമാളി ലതാ ഫലഗുജദ്വയി ലക്ഷ്യരോമലദാധാര ദാസമുന്നേയ മധ്യമ സ്തനഫാളദളന്മധ്യ പട്ടബന്ധാവലിത്രയ അരുണാരുണ കൗസുംഭ വസ്ത്രഭാസത്കടീതടി രത്നകിങ്കിണി കാരമ്യ രസനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദവോരുദ്വയാനിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരദൂണാഭജംഖിക ഗൂഢകുൽഫ കൂർമപൃഷ്ഠ ജയിഷ്ണു പ്രദദാനിത നഖദീർഘേതി സംഛന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത്യ സരോരുഹ ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യശേവധി സർവാരുണ അനവത്യാംഗി സർവാഭരണ ഭൂഷിത ശിവ കാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ സുമേരു മധ്യശൃംഗസ്ഥ ശ്രീമന്ദകര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടഭീസംസ്ഥ കദംബ വനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷീഗണ സംഖാത സ്ഥൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധ്യോദുക്ത ശക്തിസേനാ സമന്വിത സമ്പത്കരീ സമാരൂഢ സിന്ധൂരവജ്രസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ കോടികോടിഭിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗൈചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനികാശിപ്ത വഹ്നിപ്രകാരമധ്യക ഭണ്ഡസൈന്യവധ്യോദുക്ത ശക്തിവിക്രമഹർഷിത നിത്യപരാക്രമോഢോപ നിരീശൻ സമുത്സുക ഭണ്ഡപുത്രവദ്യോദുക്ത ബാലാവിക്രമനന്ദിത മാന്ത്രിണ്യംബ വിരജിത വിശങ്കവധതോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി കരാങ്കുലിനഖോത്പന്ന നാരായണ ദശാകൃതി മഹാപാശുപ്രദസ്ത്രാഗ്നി നിർദഗ്ധാസുരസൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ
सफण्डासुरशून्यका ब्रह्मोपेन्द्र महेन्द्रादि देव संस्तुत वैभव हरनेत्राग्निसन्दग्धा काम संजीवनौषधि श्रीमद्वाग्भवकूडेका स्वरूप मुखपङ्कज कण्ठाध कटिपर्यन्त मध्यगूढस्वरूपिणी शक्तिकूटैकदापन्न कड्यदो भागधारिणी मूलमन्त्रात्मिका मूलकूटत्रयकळेबर कुलामृदैकरसिका कुलसङ्गीतपालिनी कुलाङ्गन कुलान्तस्था कौलिनी कुलयोगिनी अकुला समयान्तस्था समयाचार तत्परा मूलाधारैकनिलय ब्रह्मग्रन्थि विभेदिनी मणिपूरान्तरुदिता विष्णुग्रन्थि विभेदिनी आज्ञाचक्रान्तराळस्था रुद्रग्रन्थि विभेदिनी सहस्रराम्बुजारूढा सुधासाराभिवर्षिणी तडिल्लता समरुचि षट्चक्रोपरि संस्थिता महाशक्तिकुण्डलिनी विसदन्दूदनीयसी भवानी भावनागम्या भवारण्यकुठारिका भद्रप्रिया भद्रमूर्ति भक्तसौभाग्यदायिनी भक्तिप्रिया भक्तिगम्या भक्तिवश्या भयापहा शाम्भवी शारदाराध्या शर्वाणी शर्मदायिनी शाङ्गरी श्रीगरी स्वाथी शरच्चन्द्रा निपानना शादोदरी शान्तिमती निराधारा निरञ्जना निर्लेपा निर्मला नित्या निरकारा निराकुला निर्गुणा निष्कला शान्ता निष्कामा निर्वप्लवा नित्यमुक्ता निर्विकारा निष्प्रपञ्चा निराश्रया नित्यशुद्धा नित्यबुद्धा निरवन्द्या निरन्तरा निष्कारणा निष्कलङ्का निरूपाधिर्निरीश्वरा निरागारागमथना निर्मदा मदनाशिनी निश्चिन्ता निरहङ्कारा निर्मोहा मोहनाशिनी निर्ममा ममदाहन्त्री निष्पापा पापनाशिनी निष्क्रोधा क्रोधशमनी निर्लोभा लोभनाशिनी निसंशया संशयघ्नी निर्भवा भवनाशिनी निर्विकल्पा निराबाधा निर्भेदभेदनाशिनी निर्नाश्या मृत्युमथनी निष्क्रिया निष्परिग्रह निस्तुला नीलचिकुरा निरपाया निरत्यया दुर्लभा दुर्गमा दुर्गा दुःखहन्त्री सुखप्रदा दुष्टदूरा दुराचार शमनी दोषवर्जिता सर्वज्ञा सान्द्रकरुणा समानाधिकवर्जिता सर्वशक्तिमयी सर्वा मङ्गला सद्गतिप्रदा सर्वेश्वरी सर्वमयी सर्वमन्त्रस्वरूपिणी सर्वयन्त्रात्मिका सर्वा चन्द्ररूपा मनोन्मयी महेश्वरी महादेवी महालक्ष्म्यमृडप्रिया महारूपा महापूज्या महापादकनाशिनी महामाया महासत्त्वा महाशक्तिर्महारथि महाभोगा महेश्वर्या महावीर्या महाबला महाबुद्धिर्महासिद्धिर् महायोगीश्वरीश्वरी महातन्द्रा महामन्द्रा महायन्द्रा महासना महायागक्रमाराध्या महाभैरवपूजिता महेश्वर महाकल्पा महाताण्डवसाक्षिणी महाकामेश महिषी महात्रिपुरसुन्दरी चतुष्षष्टि उपचाराढ्या चतुष्षष्टिकलामयी महाचतुष्षष्टिकोटियोगिनी गणसेविता मनुविद्या चन्द्रविद्या चन्द्रमण्डलमध्यका चारुरूपा चारुहासा चारुचन्द्रकलाधरा चराचर जगन्नाथा चक्रराजादिकेतना पार्वती पद्मनयना पद्मरागसमप्रभा पञ्चप्रेदासनसीना पञ्चब्रह्मस्वरूपिणी चिन्मयी परमानन्दा विज्ञानघनरूपिणी ध्यानध्यातृध्येयरूपा धर्मा धर्मा विवर्जिता विश्वरूपा जागिरिणी सुबन्धी तैजसात्मिका सुप्ता प्राज्ञात्मिका तुर्या सर्वावस्था विवर्जिता सृष्टिकर्त्री ब्रह्मरूपा गोत्री गोविन्दरूपिणी संहारिणी रुद्ररूपा तिरोधानकरीश्वरी सदाशिवानुग्रहदा पञ्चकृत्यपरायणा भानुमण्डलमध्यस्था भैरवी भगमालिनी पद्मासना भगवती पद्मनाभसहोदरी उन्मेष निमिषोत्पन्ना
വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാശീർ സഹസ്രപാദ ആ ബ്രഹ്മകീട ജനനി വർണ്ണാശ്രമവിധായിനി നിജാജ്ഞാരൂക നിഗമ പുണ്യ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ജധൂളിക സകലാഗമ സന്തോഹ ശുക്തി സംബുട ഭൗതിക പുരുഷാർത്ഥ പ്രദാ പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണി നാദരൂപ നാമരൂപ വിവർജിത ഹൃംഗാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത രാജരാജാർച്ചിതാ രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണീരസ്യ രണത്കിങ്കിണി മേഖല രമാ രാകേന്ദുവദന രതിരൂപാരതിപ്രിയ രക്ഷാകരീ രാക്ഷസഖ്നി രാമാ രമണലംബട കാന്യാ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗദീകന്ദ കരുണാരസസാഗര കലാവതി കലാലാഭ കാന്താ കാദംബരി പ്രിയ വരദാവ മനയന വാരുണീമത വിഹ്വല വിശ്വാധിക വേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദ ജനനി വിഷ്ണുമായാ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമലാ വന്ദ്യ മന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വഹ്നിമണ്ഡലവാസിനി ഭക്തിമത്കൽപലതിക പശുപാശ വിമോചിനി സംഹൃദാശേഷ പാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സംദഗ്ധ സമാഹാദന ചന്ദ്രിക തരുണീതാവസാരാധ്യ തനുമധ്യാതമോപഹ സ്ഥിതിസ്തത്പദലക്ഷാർത്ഥ ചിദേകരസ്വരൂപിണി സ്വാത്മാനന്ദലഭീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാപ്രത്യക്ഷിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയാജാലന്ധരസ്ഥിത ഓഡ്യാനപീഠ നിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാക്രമാരാധ്യ രഹസ്തർപ്പണദർപ്പിത സദ്യ പ്രസാദിനി വിശ്വ സാക്ഷിണി സാക്ഷിവർജിത ഷഡം ഗദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡസികാരൂപ ശ്രീകണ്ഠാർത്ഥ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്ത വ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാ വിദ്യസ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാദതമോഭേദ ഭാനുമത്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപര ശിഷ്ടേശാ ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചമകോചര ചിച്ചക്തിശ്ചേതനാരൂപ ജഡാശക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യ യൗവന മദശാലിനി മദഘൂർണിതരിക്താക്ഷി മദപാടലഗണ്ഡഭൂ ചന്ദനദ്രവദിഗ്ധാംഗി ചാമ്പേയ കുസുമപ്രിയ കുശല കോമളാകാര കുരുകുല്ലാകുലേശ്വരി കുലകുണ്ടാലയ കൗള മാർഗതത്പരസേവിത കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടിർമദർധൃതിഃ ശാന്തി സ്വസ്തിമതിർകാന്തി നന്ദിനി വിഘ്നനാശിനി തേജോവദീത്ര നയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാത മലയാചലവാസിനി സുമുഖി നളിനി ശുഭ്രു ശോഭനാസുരനായിക കാലകണ്ഠി കാന്തിമതി ശോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന ഖഡ്വാംഗാദി പ്രഹരണ വദനൈക സമന്വിത പായസാന പ്രിയ ത്വക്ത പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സംവൃതാടാഗിനീശ്വരി
അനാഹതാബ്ജ നിലയ ശ്യാമാ ഭാവദനദ്വയ ദ്രംഷ്ട്രോജ്വല ക്ഷമാലാദിധരാരുധിര സംസ്ഥിത കാളരാത്രാദിശക്യൗഖവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബ സ്വരൂപിണി മണിപൂരാബ്ജ നിലയ വദനത്രയ സംയുത വജ്രാദികായുധോപേത ഡാമര്യാദിഭിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഉഡാനപ്രീതമാനസ സമസ്ത ഭക്ത സുഖദ ലാഗിന്യംബ സ്വരൂപിണി സ്വാധിഷ്ഠാനാംബുജഗദ ചതുർവക്രമനോഹര ശൂലാധ്യായുധ സമ്പന്ന പീതവർണ ത്രിഗർവിത മേധോ നിഷ്ഠാമധുപ്രീത ബന്ധന്യാദി സമന്വിത ദധ്യന്നാസക്ത ഹൃദയ കാഗിനീരൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്രാസ്ഥി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത മുഗ്ധൗദന സക്തചിത്ത സാഗിന്യംബ സ്വരൂപിണി ആജ്ഞാചക്രാബ്ജ നിലയ ശുക്ലവർണ ഷഡാനന മജ്ജാ സംസ്ഥാഹം സവതി മുഖ്യശക്തി സമന്വിത ഹരീന്ദ്രാനൈകരസിക ഹാഗിനീരൂപധാരിണി സഹസ്രദള പദ്മസ്ഥ സർവവർണോപശോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീതചിത്ത യാഗിന്യംബ സ്വരൂപിണി സ്വാഹാ സ്വധാമതിർമേധ ശ്രുതിസ്മൃതിനരുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോപചാർച്ചിത ബന്ധ മോജിനി ബർബരാളക വിമർശരൂപിണി വിദ്യ വിയദാദി ജഗൽപ്രസൂ സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യ ചിന്തരൂപ കലികൽമശനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖി ദാഢിമി കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാണി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധിർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഖരരൂപിണി മാധ്വീപാലനാ സാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുദോർലത മഹനീയതയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീഷോഡശാക്ഷരി വിദ്യ ത്രിഗുഡ കാമകോടിക കടാക്ഷ കിങ്കരി ഭൂത കമലാ കോടി സേവിത സ്ഥിരസ്ഥിത ചന്ദ്രനിഭ ഭാലചേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാര വിപ്രഖ്യ ത്രിഗുണാംബര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ദരാദോളിക ദൃക്ഷാഷി ദരഹാസ്വോജരന്മുഖി ഗുരുർമൂർത്തി ഗുണനിധിർ ഗോമാതാ ഗുഹജന്മഭൂ ദേവി ചീദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സജാമര രമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേ ആത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീ ദിവ്യ വിഗ്രഹ ക്ലിംഗാരിക്കേവലാഗുഹ്യ കൈവല്യപദദായിനി ത്രിപുരാത്ര ജഗന്ദ്വന്ദ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി ത്രക്ഷരി ദിവ്യഗന്ധാഢ്യ സിന്ദൂരത്തിലകാഞ്ചിക ഉമാശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാവാഗധീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനദജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപമുദ്രാചിതാലീല ക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദായുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തിരജാ ചൈത്രി ലോകയാത്രാ വിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വേദാദ്വൈതവർജിത അന്നദാ വസുധാ വൃന്ദ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹദീ ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദാ ബലിപ്രിയ
ഭാക്ഷാരൂപ ബൃഹത്സേന ഭാവ ഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭനാ സുലഭാഗതി രാജരാജേശ്വരി രാജ്യ രാജിനി രാജ്യവല്ലഭ രാജകൃപാ രാജപീഠ നിവേശിത നിജാശ്രിത രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യ സന്ധാ സാഗരമേഖല ദീക്ഷിതാ ദൈത്യശമനി സർവലോകവശങ്കരി സർവാത്രാദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാല പരിച്ഛിന്ന സർവഗാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായേശ്വരി സ്വാധി ഗുരുമണ്ഡലരൂപിണി കുളോർദീനഭഗാരാധ്യ മായ മധുമതീമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രീക്ഷി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീദ്യ നന്ദി വിദ്യ നരേശ്വരി മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലയകരി ലജ്ജാരംഭാദിബന്ധിത ഭവതാവസുധാ വൃഷ്ടി പാവാരണ്യദവാനല ദൗർഭാഗ്യതൂലവാതൂല ജരാന്ദ്വന്ദര വിപ്രഭ ഭാഗ്യാബ്ദി ചന്ദ്രിക ഭക്ത ചിത്തകേകി ഖന ഖന രോഗപർവതദംഭോളിർ മൃത്യുദാരി കുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗധാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗപവർഗധാ ശുദ്ധ ജപാ പുഷ്പ നിഭാകൃതി ഓജോദിതര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമപ്രിയ മഹദീമേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരഡ്രൂപ വിരജാ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണീന്യസ്തരാജിധു ത്രിപുരേശി ജയസേന നിത്യഗുണ്യപരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർധിനി കലാമാല കാമധുക്കാമരൂപിണി കലാനിധി കാവ്യകല രസജ്ഞാ രസസേവധി പുഷ്ടാ പുരാതന പൂജ്യ പുക്ഷരാ പുഷ്യരക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാപര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്ര നിഭേദിനി മൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രത സത്യരൂപ സർവാന്ത്യരാമിണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപ ബുദ്ധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽപീഠരൂപിണി വിശൃംഖലാ വിവിക്ത വീരമാതാവിയൽപ്രസു മുകുന്ദ മുക്തിനിലയ മൂല വിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗാഖ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാര കീർത്തിരുദ്ധാമ വിഭവാവർണരൂപിണി ജന്മ മൃത്യുജരാ തത്പജന വിശ്രാന്തിദായിനി സർവോപനിഷദുഃഖുഷ്ട ശാന്തി ഗീതകലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത കാനലോലുപ കൽപ്പനാലഹിത കാഷ്ടകാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനകനകദാടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖുസുദുർലഭ ത്രയീ ത്രിവർഗ നിലയ ത്രിസ്താ ത്രിപുരമാലിനി നിരമയ നിരാലംബ സ്വാത്മനാമ സുധാശ്രുതി സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ദരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർत्री യജമാനസ്വരൂപിണി ധർമ്മധാര ധനാധക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാപ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിര്യോനി നിലയ കൂടസ്ഥാകുടരൂപിണി
വീരഗോഷ്ഠിപ്രിയ വീര്യ നൈഷ്ക്രമ്യ നാദരൂപിണി വിജ്ഞാന കലന കല്യ വിദന്ധ ബൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യോപസവ്യമാഗസ്ഥ സവ്യാപദ്ധി നിവാരിണി സ്वस्था स्वभाव मथुरा धीरा धीरा समर्चिता चैतन्याख्य समाराध्य चैतन्य कुसुम प्रिया सतोदित सता दुष्टा तरुणादित्य पाडला दक्षिणा दक्षिणाराध्य दरस्वेर मुखाम्बुज कालिनी केवलानर्घ्य कैवल्य पददायिनी स्तोत्र प्रिया स्तुतिमതി ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശലാക്ഷി വിരാഗിണി പ്രഗത്ഭാ പരമോദ്ധാര പരമോദാ മനോന്മയീ വ്യോമകേശി വിമാനസ്ഥ വജ്രണീ വാമകേശ്വരി പഞ്ചയജ്ഞ പ്രിയ പഞ്ച പ്രേതമഞ്ചാധിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശൈശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധരസ്ഥാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക മുന്ധൂക കുസുമ പ്രഖ്യ ബാലലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഠ്യ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭദാ ശുദ്ധമാനസ ബിന്ദുദർപ്പൺ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞീയസ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാദ്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാദിശേജ്ഞത ഷഡ്വാന്താതീതരൂപിണി ഹവ്യാജകരണാമൂർത്തി പ്രജ്ഞാനന്ദ്വാദിദീപിക ആബാലകോപവിവിധ സർവാനുല്യംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവ ശിവശൈത്യൈക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാദേവ്യാം നാംനാം സാഹസ്രകം ജഗുഹു ലളിതാ സഹസ്രനാമ സ്തോത്രം സമ്പൂർണം ശ്രീ മഹാദേവേ നമഃ. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവദർശയ അനുഷ്ഠുപ് ഛന്ദഃ. ഓം ശ്രീ ലളിതാ പരമേശ്വരി ദേവത. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേശ്വര സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരാപദാബദ്ധം മാർത്താഹീനം ത്വയത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ജഃ ന്യൂനാനി ജാതിരിക്താനി ക്ഷമസ്വം പുരുഷോത്തമം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യ ഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ.